മാപ്പിളപ്പാട്ടിൻ്റെ പുതിയ കളർ. മാപ്പിളപ്പാട്ട് എപ്പോഴും കളറാണ്. അങ്ങനെ പുതിയ കളർ, അങ്ങനെ പഴയ കളറൊന്നുമില്ല. മലയാളത്തിൽ ആദ്യമായിട്ട് പാട്ടുകൾ ആളുകൾക്ക് കേൾക്കത്തക്ക വിധം റെക്കോർഡ് നടക്കുന്നതിൻ്റെ നമ്മൾ പിറകിലേക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ സംഭവമായിരുന്നു HMV റെക്കോർഡുകൾ. HMV റെക്കോർഡുകൾ വന്നപ്പോൾ മലയാളത്തിൽ ആദ്യമായിട്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് മാപ്പിളപ്പാട്ടുകളാണ്. മലയാളത്തിൽ ആദ്യമായി ഇറങ്ങിയ HMV റെക്കോർഡ് ഗുൽ മുഹമ്മദ് എന്ന് പറയുന്ന മാപ്പിളപ്പാട്ട് ഗായകൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു KG സത്താർ എന്ന മാപ്പിളപ്പാട്ട് ഗായകൻ. മാപ്പിളപ്പാട്ടിന് വേണ്ടിയിട്ട് ജീവിച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പേരക്കുട്ടികളൊക്കെ ഈ സാസിൽ അവരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കളർഫുള്ളായിരുന്നു എല്ലാ കാലത്തും. ജീവിതത്തിൻ്റെ നിറങ്ങളും നിറഭേദങ്ങളും എല്ലാം രേഖപ്പെടുത്തപ്പെട്ട വർണ്ണാഭമായ ഒരു അനുഭൂതി പ്രപഞ്ചമാണ് മാപ്പിളപ്പാട്ട്. ഇപ്പോൾ കുറച്ചുകൂടെ മനോഹരമായ തിരശ്ശീലയിൽ നമ്മൾ പാട്ടിലേക്ക് തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ പാട്ട് നമ്മിലേക്ക് തിരിച്ചു വരുന്നു. അതിൻ്റെ രണ്ട് കാലങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഒന്ന് ഇന്ദിരാ ജോയ് ചേച്ചീൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ പഴയ കാലത്തുള്ള ഏകദേശം എല്ലാ പാട്ടും പാടിയിട്ടുള്ള ഒരാളാണ്. ബാബു വെള്ളിപ്പറമ്പ്, പിന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ മുതലുള്ള, പിന്നെ ചേച്ചിയുടെ കുടുംബം പാട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കുടുംബമാണ്. അതൊക്കെ ചേച്ചി പറയും. പിന്നെ ഇപ്പോൾ എൻ്റെ മക്കളെ അടക്കം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയാത്ത എൻ്റെ മക്കളെ അടക്കം മാപ്പിളപ്പാട്ടിൻ്റെ ആരാധകരാക്കി മാറ്റിയ വേറൊരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫാത്തിമ ജഹാൻ. ഇവരൊക്കെയാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. ഞാൻ ഈ സെഷൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ രണ്ടു പേരുടെയും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് മമ്പുറപ്പൂ മക്കാമിലെ. അത് ആദ്യം ചേച്ചി ഒന്ന് പാടണം. മമ്പുറപ്പൂ മക്കാമിലെ മൗലാതവിയിലെ വാസിലെ ഇമ്പപ്പൂവായ കുത്തുപൊലി സയ്യിദലവിറലിയല്ല. മമ്പുറപ്പൂ മക്കാമിലെ മൗലാതവിയിലെ വാസിലെ ഇമ്പപ്പൂവായ കുത്തുപൊലി സയ്യിദലവിറലിയല്ല. ഇതേ പാട്ട് പാടിക്കൊണ്ട് നമ്മുടെയൊക്കെ പാട്ടിൻ്റെ കേൾവി ജീവിതത്തിലേക്ക് വന്ന ആളാണ് പ്രിയപ്പെട്ട ജഹാൻ, ഫാത്തിമ ജഹാൻ. ഫാത്തിമ കൂടെ ഒന്ന് പാടും, അപ്പോൾ ആ കളറ് വരും. ഇസ്ലാമിൻ തേജസാണവർ കശ്ഫ് കറാമത്തേറ്റേ ഖൈറായ ദീനെ പോറ്റേ മശ്ഹൂരൻ ശക്തി പാറ്റേ മജ്ദൂബൻ ഹോ റലേ അല്ലാഹ്. മമ്പുറപ്പൂ മക്കാമിലെ മൗലാതവിയിലെ വാസിലെ ഇമ്പപ്പൂവായ കുത്തുപൊലി സയ്യിദലവിറലിയല്ല. മമ്പുറപ്പൂ മക്കാമിലെ. താങ്ക് യു. വളരെ സന്തോഷത്തിൽ നമ്മൾ ഈ സെഷൻ ആരംഭിക്കുകയാണ്. വാസ്തവത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ വലിയ താവഴിയുണ്ട്. അത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതിന് ആദ്യത്തെ ഉത്തരം
അറേബ്യയിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. മാപ്പിളപ്പാട്ടിൻ്റെ എക്കാലത്തെയും മഹത്തായ പേരുകളിലൊന്നായ പി ടി അബ്ദുറഹ്മാൻ്റെ പാട്ട് ജീവിതത്തെക്കുറിച്ച് കരിക്കും കാരക്കയും എന്നുള്ളൊരു പരാമർശമുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടെ അത് ചർച്ച ചെയ്തിരുന്നു. അറേബ്യയിലെ കാരക്കയുടെ മധുരവും കേരളത്തിൻ്റെ കരിക്കിൻ്റെ മലയാളി മുസ്ലിം ജീവിതത്തിൻ്റെയും മലയാളി ജീവിതത്തിൻ്റെയും ഒരു പൈതാഹ ശമനിയാണ് മാപ്പിളപ്പാട്ട്. ഈ ധാരയുടെ ഭാഗമായി ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഒരുപാട് കലാകാരന്മാർ, പരസഹസ്രം പാട്ടുകാർ. പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യകാലത്ത് ഇത് സബീന പാട്ടുകൾ എന്നുള്ള പേരിലൊക്കെ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1930കളിലാണ് വക്കം മൗലവി, പല പ്രാമാണിക ചരിത്രത്തിലും ഉള്ളത് വക്കം മൗലവിയാണ് മാപ്പിളപ്പാട്ടുകൾ എന്ന പേര് ഇതിനിടുന്നത്. അതിനു മുമ്പ് സബീന പാട്ടുകളായിരുന്നു. ഈ പാട്ടിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, പകരം ഇതിൻ്റെ കളറിലേക്ക് വരാം. ഇതിലേറ്റവും രസകരമായൊരു കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ മക്കൾ എൻ്റെ മൂത്ത മകന് 14 വയസ്സായി. അപ്പോൾ എന്നെങ്കിലും അവരൊക്കെ ഞാൻ കേൾക്കുന്ന പാട്ടുകൾ കേൾക്കുമോ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ഞാൻ ഈ സദാസമയവും പഴയ പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്നാണ് അവരത് നിർബന്ധിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ അവർ ഗൾഫിലാണുള്ളത്. അപ്പോൾ എനിക്ക് അവരോട് കോഴിക്കോട് കടപ്പുറത്തിൻ്റെ എൻ്റെ നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ വടകര തായങ്ങാടിയുടെ നൊസ്റ്റാൾജിയൊന്നും അവരിൽ അടിച്ചേൽപ്പിക്കുന്നതിലൊരു അർത്ഥമില്ല. കാരണം അവർ അബുദാബിയുടെ നൊസ്റ്റാൾജിയിലാണ് ജീവിക്കുന്നത്. അപ്പോഴും നമുക്ക് എന്താ പറയുക, ഹൃദയത്തിനുള്ളിൽ അനുഭൂതികൾ തരുന്ന ഒരു വിഭവത്തിലേക്ക് ഇവരെന്തെങ്കിലും വരുമെന്ന് അപ്പോഴാണ് ദാബ്സിയൊക്കെ സംഭവിക്കുന്നത്, ഹാല് പോലുള്ള ബാൻഡുകൾ വരുന്നത്, MHRA വരുന്നത്. പിന്നെ കുട്ടികൾ നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, വാപ്പ ഈ ഹല്ലാക്കായ ഉള്ളവനെന്നുള്ള പാട്ടിൻ്റെ മുഴുവൻ ലിറിക്സ് എവിടുന്നാ കിട്ടുക, അല്ലെങ്കിൽ കരയാനും പറയാനും എന്നുള്ള പാട്ടിൻ്റെ മുഴുവൻ ലിറിക്സ് ഒന്ന് വാപ്പ എടുത്തു തരുമോ. ആ തരത്തിലേക്ക് മാപ്പിളപ്പാട്ടിലേക്ക് ആളുകളെ, പുതിയ മക്കളെ കൊണ്ടുവന്നു എന്നതാണ് ഒരു പുതിയ പറ്റം ആർട്ടിസ്റ്റുകളുടെ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. റിയാലിറ്റി ഷോകളിൽ തുടങ്ങുന്ന കാരണങ്ങളുണ്ട്. മലയാള സിനിമ മാപ്പിളപ്പാട്ടിനെ ആലിംഗനം ചെയ്തതിൻ്റെ, മലയാള സിനിമ മാപ്പിളപ്പാട്ടിനെ ഇക്കാലത്തല്ല, പി ഭാസ്കരൻ മാഷാണെങ്കിലും രാഘവ മാഷാണെങ്കിലും ബാബുക്കയാണെങ്കിലൊക്കെ അവരൊക്കെ മാപ്പിളപ്പാട്ടാണ്. മലയാളത്തിൻ്റെ നാടൻ ഈണമായി തീർന്ന മാപ്പിളപ്പാട്ടിനെയാണ് അവരുടെ സംഗീതത്തിന് വേണ്ടി സ്വാംശീകരിച്ചത്. അപ്പോൾ ചേച്ചിക്ക് പാട്ടിൻ്റെ ഈ ചരിത്രത്തെക്കുറിച്ച്, പാട്ടിൻ്റെ ഈ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഹലോ, കഴിഞ്ഞ കാലത്തെ മാപ്പിളപ്പാട്ടിൻ്റെ അനുഭവം എനിക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ MS ബാബുരാജ് മാഷ്, VM കുട്ടി മാഷ്, PT അബ്ദുറഹ്മാൻ, ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പം ഇവരുടെ മാഷുടെ ട്രൂപ്പിൽ പങ്കെടുക്കാനും അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ബാബുക്ക എന്നാണ് വിളിക്കുക, PT ഇവരുടെയൊക്കെ കൂടെ എന്താ പറയുക, സംഗീതത്തിലൂടെ സഞ്ചരിക്കാൻ തന്നെ പറ്റിയ ഒരാളാണ് ഞാൻ. 1978 ഞാൻ മാഷുടെ ട്രൂപ്പിലെത്തുന്നത്. ഇപ്പോൾ ഇതിന് സാക്ഷ്യം വഹിക്കാൻ മാഷില്ലെങ്കിലും മാഷുടെ മക്കളും ഇല്ല. പക്ഷേ മാഷുടെ ചെറിയ മകൻ്റെ സ്ഥാനത്തുള്ള മെഹബു ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മെഹബൂനൊക്കെ അറിയാം. ഞാനൊക്കെ 10 വയസ്സിൽ വരുന്ന കാലത്ത് ഇവരൊക്കെ അന്ന് അവിടെ കുടുംബ വീടായ ദാറുസലാമിലാണ് ഉണ്ടാവുക. അങ്ങനെ ആ സമയത്ത് ബാബുക്ക് ഒത്തിരി പാട്ടുകൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇതേപോലെ മാപ്പിളപ്പാട്ടുകൾ, ബാബുക്കയുടെ കണ്ണീരിൻ മഴയത്ത്, പിന്നെ പുന്നാരം ചൊല്ലാതെ, കദളി വാഴക്കൈ, ഇങ്ങനെ ഒത്തിരി മാപ്പിളപ്പാട്ടുകൾ അന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ PT വരികളെക്കുറിച്ച് പറഞ്ഞല്ലോ, അതൊരു വല്ലാത്ത വരികൾ തന്നെയായിരുന്നു അന്ന്. ആ സമയത്ത് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ റേഡിയോ സ്റ്റേഷനിൽ AIR അന്ന് സംഗീതശില്പം പരിപാടി ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് PT എഴുതിയിട്ട് ഞാൻ അന്ന് ചെറുതാവുമ്പം പാടിയൊരു പാട്ടിൻ്റെ 4 വരി ഞാനിവിടെ മൂളാം.
മധുര നാരങ്ങ ചുള കണക്കേ മധുമതി പൊട്ട് നീ കണ്ടോ മുത്തേ, നോമ്പിൻ്റെ ചില്ലയിൽ കണ്ണടച്ച് കൂമ്പിയ പൂവേ നീ കൺതുറക്ക്, ചെന്തെങ്ങിൻ്റെ 5-6 ചാണകലേ പൊന്തി നിൽക്കുന്ന മഴമുകിലേ, തെല്ലൊന്ന് തെക്കോട്ട് നിൽക്കോമലേ നല്ലോണം കാണട്ടൊന്നമ്പിളിയേ. അപ്പം മാസം കാണുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അപ്പം അതിനോടനുബന്ധിച്ചിട്ട് എഴുതിയ വരികളാണ്. അത് ഇന്നും അത് മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന വരികൾ. അപ്പം എത്ര എന്താ പറയുക അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് ആ വരികൾക്ക് എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട് പി ടി കെയുടെ. അപ്പം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പതിവായി ഫസീലത്ത പാടിയ. അപ്പോൾ ഈ ഫസീലത്തൻ്റെ ഒക്കെ കൂടെ ഞങ്ങൾ അന്ന് ഒരുമിച്ചൊരു ട്രൂപ്പിൽ സഞ്ചരിക്കുമ്പം അപ്പം ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞല്ലോ, പിന്നെ നിങ്ങളുടെ മകൻ ഇപ്പം മാപ്പിളപ്പാട്ട് ചോദിച്ചു എന്ന്. ഇതേ ഒരു അനുഭവം എനിക്കിപ്പോൾ ഉണ്ടായി. കാരണം ഞാനൊക്കെ വളർന്നു വരുന്നത് ഈ മാപ്പിളപ്പാട്ട് കേട്ടിട്ടാണ്. ഞാൻ കുണ്ടോട്ടിക്കാരിയാണ്. സ്വന്തം നാട് തുറക്കൽ KS മുഹമ്മദ് കുട്ടിക്കാൻ്റെ നാട്ടിൽ. പക്ഷേ ഞാൻ എത്തിപ്പെടുന്നത് നിമിത്തം വിയൻകുട്ടി മാഷ ട്രൂപ്പിലാണ്. അപ്പോൾ ആ കാലത്ത് പാടിയ ഉടനെ ജുമൈലത്ത്, ഈ പൂമകളാനെ ഉസ്നുൽ ജമാൽ, ഇങ്ങനെ ഒത്തിരി മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളാണ് ഞങ്ങൾക്ക് മാഷ് ഹാർമോണിയം വെച്ച് മാഷും ഞങ്ങളും മാത്രമേ ആ കാലത്ത് ഉണ്ടാവാറുള്ളൂ പാട്ട് പഠിപ്പിച്ച് തരുമ്പം. അപ്പം അത് പഠിച്ചു. എന്നെ മാഷ് ശരിക്ക് പാട്ട് പാടുന്നൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ വരുമ്പോൾ എന്നോട് പാടാൻ പറഞ്ഞൊരു പാട്ട് അക്കാലത്ത് ഞാൻ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചതാണ്. അല്ലാതെ നമ്മൾ ഇന്നത്തെ പിള്ളേരെ പോലെ കർണാട്ടിക്കൊക്കെ പോയി പഠിച്ച് അങ്ങനെ ഞാനൊരു പാട്ട് രംഗത്തേക്ക് എത്തിയ ആളല്ല. അപ്പം മാഷ് അന്ന് വന്നിട്ട് മാഷ് ആകെ താളം ശ്രുതി ഇതുണ്ടോയെന്നാണ് ഒരു കുട്ടിക്ക് ഉണ്ടോയെന്നാണ് മാഷ് വിയൻകുട്ടി മാഷ് നോക്കുക. അപ്പോൾ എന്നോട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ പാടിയ പാട്ട് മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിപ്പിറാവേ എണീറ്റാട്ടെ. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞാനതൊക്കെയാണ് കേട്ട് വരുന്നത്. അപ്പം മാഷിക്ക് മനസ്സിലായി ശ്രുതിയുണ്ട് താളമുണ്ട് എന്നുള്ളത് തോന്നിയിട്ട് അങ്ങനെയാണ് എന്നെ ട്രൂപ്പിലേക്ക് എടുക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും വർഷം ഞാൻ മാപ്പിളപ്പാട്ട് തന്നെയാണ് അധികം പാടിയിട്ടുള്ളത്. കാസറ്റിലും ഒത്തിരി മാപ്പിളപ്പാട്ട് കോഴിക്കോട് ഔക്കാക്കയുടെ പാടിയിട്ടുള്ളത്. പിന്നെ മനസ്സകമിൽ ഉടനെ ജുമേലത്ത്, അങ്ങനെ ഒത്തിരി പാട്ടുകൾ അപ്പം അങ്ങനെ. പിന്നെ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ മകള്, എനിക്ക് ഒരു മകളായപ്പം ഞാൻ ഇപ്പം 22 വയസ്സ്, മകളെ ഞാൻ പാട്ട് പഠിപ്പിക്കാൻ ചേർത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാൻ പറ്റാതെ പോയത് ഞാൻ മക്കളിലൂടെ സാധിക്കുക എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ അവളെ പഠിപ്പിച്ചു. പക്ഷെ അവരൊക്കെ എന്തായി, ഫുൾ സിനിമാ പാട്ട് കർണാട്ടിക് ആ ഒരു ലെവലിലേക്ക്. പിന്നീട് അവളൊരു മ്യൂസിക് ബാൻഡിൻ്റെ കൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് പാടുന്നത്. പക്ഷേ ഈ അടുത്ത് അവൾ എന്നോട് ചോദിച്ചു, മമ്മി എനിക്ക് മാപ്പിളപ്പാട്ട് ഉടനെ ജുമൈലത്തിൻ്റെ ലിറിക്സ് വേണം, കറക്റ്റ് അത് പ്രൊനൗൺസിയേഷൻ പഠിപ്പിച്ച് തരണം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ചെയ്ത ദാസേട്ടൻ പാടിയ ആകെ പ്രപഞ്ചത്തിനാകെയും നാഥനെ ആ പാട്ട്, ഇതൊക്കെ അവൾ ഇപ്പം യത്തീമിന്നത്താണ്. ഇവൾ ഒത്തിരി അവളുടെ സെലക്ഷൻ ഉണ്ട്. അങ്ങനെ പാട്ടുകൾ അവൾ എന്നോട് ചോദിച്ചിട്ട് അവൾ നന്നായിട്ട് അത് പാടുന്നുണ്ട്. അപ്പം എനിക്ക് വളരെ സന്തോഷമായി. കാരണം നമ്മുടെ മക്കൾ, ഞാൻ നിർബന്ധിച്ചിട്ടില്ല നീ ഇത് പാടണം എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ അവൾ എൻ്റെ അടുത്ത് ഇപ്പം ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അതും പുതിയ ടൈപ്പ് മാപ്പിളപ്പാട്ടല്ല, പഴയ മാപ്പിളപ്പാട്ടിലേക്കാണ് മക്കളിപ്പം ഇറങ്ങി വരുന്നത്. അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട്. അതായത് എനിക്ക് കാണിച്ചു തന്ന എൻ്റെ ഗുരുക്കന്മാരുണ്ട്, അവരോടാണ് ഞാൻ നന്ദി പറഞ്ഞത്. എൻ്റെ മോളോടും ഞാൻ ആ സന്തോഷം പറഞ്ഞു. അപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. അപ്പം പഴയ കാലത്തെയും പുതിയ കാലത്തെയും വ്യത്യാസം അപ്പം അതാണ് ഓർമ്മ വന്നത് നിങ്ങൾ ചോദിച്ചപ്പോൾ. ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി 80കളിലെ മാപ്പിളപ്പാട്ടിൻ്റെ പുതിയ കളറായിരുന്നു. HMVയിലും പാടിയിട്ടുണ്ട്. ഈ പാട്ട് പാട്ടിനെയും പാട്ട് കാലത്തെയും മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യർ എഴുതിയതുപോലെ അല്ല പുലിക്കോട്ടിൽ ഹൈദർ എഴുതിയിരുന്നത്, അവരൊന്നും എഴുതിയതുപോലെ അല്ല PT അബ്ദുറഹ്മാൻ എഴുതിയത്. അവരെയൊക്കെ മറികടക്കുകയാണ്. അവരുടെയൊക്കെ ആ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടിട്ട് ഇപ്പോൾ മുഹ്സിൻ പരാരി എഴുതുന്നത് പുതിയ കാലത്തിൻ്റെ മാപ്പിളപ്പാട്ടാണ്. ആ കാലത്തിൻ്റെ പ്രതിനിധിയാണ് ഫാത്തിമ.
പക്ഷേ ഫാത്തിമ അതേസമയം കൊയിലാണ്ടിയിലെ മരക്കാരകം തറവാടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് കേട്ട പാട്ടുകളുടെ സൃഷ്ടിയുമാണ്. ഫാത്തിമക്ക് ഞാൻ 2 ഓപ്ഷൻ തരാണ്. ഒന്നുകിൽ കൊയിലാണ്ടിയിലെ കുടുംബത്തിലെ പാട്ടിൻ്റെ കാലം പറയാം, അല്ലെങ്കിൽ ആദ്യം പ്രേമക്കത്ത് പാടാം. ആദ്യം പ്രേമക്കത്ത് പാടണോ അല്ലെങ്കിൽ കഥ പറയണോ? ഇവരെ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് എന്താ വേണ്ടിയത്? പക്ഷെ അത് കഴിഞ്ഞിട്ട് പറയേണ്ടി വരും. ധീമേനി മാറാനിൻ മനതാരിൽ മരമാക്കി കായായി പൂവായി കൂടായി കിളിയായി മൊഴിയായി പഴമായി വേരാഴം വന്നു നീ കാതൽ തന്നു പുതുപൂക്കൾ വന്നു ഋതുകാവൽ നിന്നു നീ പോയേരം പൂവാടി പൂവാടി മറുവായി പോരോ മാറാ വീടണയോ മാറാ കുളിരുമ്പോൾ ചൂടേകാൻ തളരുമ്പോൾ കൂട്ടേകാൻ പ്രിയനേ ഇനി നോവുമ്പോൾ പൂമേനി തലോടാനായി മുറിവെല്ലാം മായ്ക്കാനായി പൂങ്കവിളിൽ മുത്താനായി കണ്ണെ കണ്ണടയല്ലേ കരുണാമയനായോൻ്റെ കണ്ണിൻ്റെ കുളിരല്ലേ. താങ്ക് യു. അപ്പം നിങ്ങൾ ചോദിച്ചതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നൊരു സാധനം ഞാനങ്ങനെ അതുമാത്രം ഫോളോ ചെയ്ത് പാടിയ ഒരാളെ അല്ല. ശരിക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു സംഭവം കുറച്ചും കൂടി ഒന്ന് റിയലൈസ് ആവുന്നത് ശരിക്കും എനിക്ക് ഈ ഒരു ഇൻവിറ്റേഷൻ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ. കാരണം എനിക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ പുതിയ കളർ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഞാനും അതിൻ്റെ ഒരു ഭാഗമാണല്ലോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചിന്തക്ക് ആക്കം കൂട്ടി തന്നത് ഓഫ് കോഴ്സ് ഈ ഒരു ഇൻവിറ്റേഷനാണ്. ഇപ്പോൾ ഓർമ്മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പാട്ടുകൾ കേട്ട് തുടങ്ങുന്നത് എൻ്റെ ഉപ്പാടെ ഉമ്മ ഉണ്ട്, ആ ഉമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുക. കൊയിലാണ്ടിക്കാരിയാണ്, മരക്കാരകത്ത് തറവാട്ടിൽ ജനിച്ച് വളർന്നാണ്. അപ്പോൾ ആളുടെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഈ പഴയ മാപ്പിളപ്പാട്ടുകളുടെ ഈണത്തിൽ പാരഡികൾ ഉണ്ടാക്കും, അതുപോലെ ഹിന്ദി പാട്ടുകളുടെ പാരഡികൾ ഉണ്ടാക്കും മലയാളം വരികൾ എഴുതിയിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് അങ്ങനെ കേട്ട് തുടങ്ങുന്നത്. അപ്പോൾ അവർ പകർന്ന് തന്ന പാട്ടുകളാണ് ഇപ്പോഴും കയ്യിലുള്ളത്. ആക്ച്വലി പുതിയ സാധനങ്ങൾ കേൾക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇല്ല, പഴയ പാട്ടുകൾ തന്നെയാണ് കേൾക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ പാഠപുസ്തകം എന്നൊക്കെ പറയണ മാതിരി നമുക്ക് പഠിക്കാൻ പറ്റുന്നതും ആ ഒരു പഴയ കാലത്തുള്ള പാട്ടുകളിലൂടെ തന്നെയാണ്. കാരണം അതിപ്പം നമ്മൾ അതിൻ്റെ മ്യൂസിക്കിൻ്റെ വശം എടുത്തു നോക്കുകയാണെങ്കിലും എഴുത്തെടുത്തു നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കര റിച്ചാണ് പഴയ പാട്ടുകൾ എന്ന് പറയുന്നത്. അപ്പം എനിക്കിപ്പം ആ ഉമ്മ ചെയ്തൊരു പാട്ട് ഓർമ്മ വരുന്നത് ജിയാ ബേക്കർ ആർഹെ എന്ന് പറഞ്ഞിട്ട് ലതാ മങ്കേഷ്കർ പാടിയൊരു ഹിന്ദി പാട്ടുണ്ട്, പഴയതാണ്. അപ്പോൾ അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്, ഹിന്ദി ഇങ്ങനെയാണ്, അതായത് ജിയാ ബേക്കർ ആർഹെ ചായ് ബഹാർ ഹെ ആജാ മോരെ ബാൽമാ തേരാ इंतजार है जिया बेकरार है चाय बहार है आजा मोरे बालमा तेरा इंतजार है. അപ്പം ഇതിനെ മൂപ്പര് മാറ്റി പാടുക എങ്ങനെയാ വെച്ചാൽ ബിരിയാണി വെക്കുന്നതാരടാ ഉസ്സമൂസ ഞാനടാ നെയ്യും കൂട്ടി ബക്കടാ ചട്ടവും കൊണ്ട് മറിക്കടാ ബിരിയാണി വെക്കുന്നതാരടാ ഉസ്സമൂസ ഞാനടാ നെയ്യും കൂട്ടി ബക്കടാ ചട്ടവും കൊണ്ട് മറിക്കടാ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചിട്ടുള്ളതും ആ ഒരു കാലത്ത് തന്നെയാണ്. അപ്പം അത് ഇപ്പം ഞാനത് സെർവ് ചെയ്യുന്നതെന്നുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും അവർ തന്നെയാണ് ബാക്ക് ബോൺ അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പം പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാത്തിനും ഒരു ജേണി ഉണ്ട്. അതിപ്പം മനുഷ്യനായാലും എല്ലാ കാര്യങ്ങൾക്കും ഈ ലോകമായാലും ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും സംഭവിക്കുന്നുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ബാക്കിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒന്ന് സ്ലോ ആകുന്ന ഒന്ന് ഡൗൺ ആകുന്ന ഒരു സ്റ്റേജ് വരും. അതുമാതിരി തന്നെ ഈ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ആ ഒരു പഴമയെ ഈ പുതുമയിൽ ഇട്ടുകൊണ്ട് തന്നെ അതേ ശക്തിയോടെ തിരിച്ച് കൊണ്ടുവരാൻ എന്തായാലും അതിന് കരുത്തുള്ള ആർട്ടിസ്റ്റുകൾ ഇന്നുണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റും.
ഓഫ് കോഴ്സ് അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് ചെയ്യേണ്ടതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതും എന്തായാലും ഞാൻ ചെയ്യും ഇൻഷാ അല്ലാ. ഞാൻ ചേച്ചിയിലേക്ക് വരാം. ബാബുക്കയുടെയൊക്കെ ആ കാലം, അത് ഏതു പാട്ടിൻ്റെയും സുവർണ്ണകാലം എന്നാണ് നമ്മൾ ആ കാലത്തെക്കുറിച്ച് വിചാരിക്കുന്നത്. പിന്നെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങുകൾക്ക് വേണ്ടിയുള്ള സഞ്ചാരങ്ങൾ, അതിന് അതേസമയം തന്നെ ഗാനമേളകളുടെ ഒരു കൾച്ചർ. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽ എന്നൊക്കെ പറയുന്നത് പോലെ മാസ് ഓഡിയൻസിലേക്ക് പാട്ട് പോയിരുന്നത് ഗാനമേളകളിലൂടെയാണ്. മലബാറിലെങ്ങും ഗാനമേളകളുണ്ടായിരുന്നു. വിശേഷിച്ച് പിന്നെ ഈ പെരുന്നാൾ പോലുള്ള സമയങ്ങളിൽ ഇപ്പം ഫാത്തിമ പറഞ്ഞതിൽ തന്നെ ഒരു ഹിന്ദി പാട്ട് കേട്ടിട്ട് പാട്ടിനെ അവരുടെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്ന, പാട്ടിനെ ജീവിതത്തിൽ തന്നെ കൂടെ തന്നെ കൂട്ടുന്ന ആളുകൾ, പാട്ട് ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഒരു സാമാന്യ ജനം, ഒരു വലിയ അഭ്യസ്തവിദ്യരൊന്നുമല്ല, അവർ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരല്ല, സംസ്കാരം പഠിക്കുന്നവരൊന്നുമല്ല. പക്ഷേ അതിൻ്റെ അനുഭൂതികളിലേക്ക്, അതിൻ്റെ രസാനുഭവങ്ങളിലേക്കൊക്കെ ഈ സാമാന്യ ജനം, അത് മാപ്പിളപ്പാട്ടിൻ്റെ കാര്യത്തിൽ സാമാന്യ മുസ്ലിം ജനം, അപ്പം കാഫുമല കണ്ട പൂങ്കാറ്റെ പോലുള്ള പാട്ടുകൾ. അപ്പോൾ ആ കാലം, ഈ ഗാനമേളകളുടെ കാലം, പിന്നെ അന്നത്തെ അനുഭവങ്ങൾ, അതൊന്ന് പറയാൻ കഴിയുമോ? അത് പാട്ടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയെന്നും ഈ ആർട്ടിസ്റ്റുകളുടെ ജീവിതം എങ്ങനെ, അതും കൂടി നമ്മൾ നോക്കണമല്ലോ. ആ തരത്തിലൊന്ന് ചേച്ചിക്ക് ഓർമ്മകൾ ഒന്ന് ഷെയർ ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഗാനമേളകൾ എന്ന് പറഞ്ഞാൽ അന്ന് എന്താ പറയുക, ഒരു മാസത്തിൽ 30-31 ദിവസം ഉണ്ടെങ്കിലും ഫുൾ ടൈം എല്ലാ ദിവസവും പ്രോഗ്രാം തന്നെയാണ്. പിന്നെ അതിൽ രസകരമായിട്ട് പറയാൻ 79-80 കാലഘട്ടമായപ്പോഴേക്കിനും 3-4 ടീം മത്സര പരിപാടികളൊക്കെ ഉണ്ടാവും. കാസർഗോഡ് ഉബൈദ് സ്മാരക അവിടെ, പിന്നെ ഇവിടെ സാമൂതിരി ഹൈസ്കൂൾ കോഴിക്കോട്, ഇവിടെയൊക്കെ മൂസക്ക, പീർക്ക, വിയൻകുട്ടി മാഷ്, അങ്ങനെ MP ഉമ്മർകുട്ടിക്ക മരിച്ചുപോയ, അവരൊക്കെ എല്ലാവരും വിയൻകുട്ടി മാഷും അടങ്ങുന്ന ട്രൂപ്പിൻ്റെ ഗാനമേള മത്സരങ്ങളുണ്ടാവും. അതൊക്കെ നല്ല എന്താ പറയുക, ഒരു പാട്ട് മൂസക്ക പാടുകയാണെങ്കിൽ അതിന് മറുപടി വിയൻകുട്ടി മാഷ് കൊടുത്തിരിക്കണം, പിന്നെ തിരിച്ച് ഉമ്മർക്ക, അങ്ങനെ മാറി 4 ടീമൊക്കെ ഒരു വലിയ സ്റ്റേജ് സാമൂതിരിയിൽ കെട്ടിയിട്ടുണ്ടാവുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് ഭക്തി തുളുമ്പുന്ന ഗാനങ്ങൾ, കല്ലാക്കായുള്ളോനെ പാട്ട്, അതേപോലെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന്, പിന്നെ അതേപോലെ തന്നെ കൊമേഡിയനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പഞ്ചാര പുഞ്ചിരി തൂക്കി എന്നൊക്കെ, അങ്ങനത്തെ ആരംഭം തുളുമ്പും. പിന്നെ അതേപോലെ ഈ കത്തുപാട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് കത്തുപാട്ട് എന്ന് പറഞ്ഞത് നമ്മളെ S.A. ജമീൽക്കയുടെ കത്തുപാട്ടിന് മുമ്പേ പഴയ കാലത്ത് ഉള്ള കത്തുപാട്ടുണ്ടല്ലോ, ആലങ്ങൾ അറൂമുണ്ട്, അറൂഫൂക്കുനുയിട കൊണ്ട്, അത് കത്തുപാട്ട് എന്ന് പറഞ്ഞാൽ ജയിലിൽ ഇരുന്നിട്ട് എഴുതുന്ന കത്തുപാട്ടാണ്. അതെ പുലിക്കോട്ടിലിന്. അപ്പോൾ അങ്ങനത്തെ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താ എന്നറിയില്ല, കാരണം എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. ഒരു സ്ത്രീയുടെ വേദനകൾ എന്തൊക്കെയാണ് അത് പറയുമ്പം 80-നോടനുബന്ധിച്ചിട്ടാണ് ആറ്റിത്തണുപ്പിച്ച കഞ്ഞി ബാപ്പു വെള്ളിപ്പറമ്പ് മാഷ കൂടെ ഉള്ളപ്പം എഴുതുന്നത്. അത് കോഴിക്കോട് അബൂബക്കർ ഈണം നൽകിയിട്ട് ഞാനായിരുന്നു അന്ന് സ്റ്റേജിൽ പാടിയിരുന്നത്. ഈ കാസറ്റ് റെക്കോർഡിങ് വരുന്നതിന് മുമ്പേയൊക്കെ എല്ലാ ഹിറ്റായ പാട്ടുകളും സ്റ്റേജ് ഷോയ്ക്ക് തന്നെയായിരുന്നു പാടിയിരുന്നത്. അത് നേരിട്ട് തന്നെ നമ്മൾ ഓഡിയൻസിൻ്റെ ആ ഒരു എന്താ പറയുക, എങ്ങനെ പിന്നെ ഇത് എടുക്കുന്നു, അതിലെത്രത്തോളം അവർ സന്തോഷിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് ഡയറക്റ്റ് അവരുടെ കയ്യടിയും, പ്രോഗ്രാം കഴിഞ്ഞാൽ എല്ലാവരും വട്ടം കൂടി നമ്മളെ കാണാൻ വരുന്നതും, അവിടെ നിന്ന് തന്നെ 2 പ്രോഗ്രാം മാഷ് ഏറ്റിട്ടാണ് തിരിച്ചു പോരുക ഞങ്ങൾ. അപ്പം അങ്ങനെയായിരുന്നു. ആറ്റിത്തണുപ്പിച്ച കഞ്ഞി അക്കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ടൊക്കെ. അതിൻ്റെ വരികളും ഒക്കെ അറിയാലോ, ഭയങ്കര ഒരു എന്താ പറയുക, ഭാര്യ ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പാടാലോ. അപ്പം ആറ്റിത്തണുപ്പിച്ച കഞ്ഞി ഒരു കുഞ്ഞിക്കൈയിൽ കുടിച്ചോളി, എൻ്റെ ആറ്റക്കനിയായ മാരനൊരു നല്ല വാക്ക് പറഞ്ഞോളി, പറ്റാത്തതൊന്നും ഞാൻ ഇന്നോളം ചെയ്തതായി ഓർമ്മയിലില്ലല്ലോ, എൻ്റെ കുറ്റങ്ങൾ എണ്ണി പറയുകിൽ
മാപ്പ് ഞാൻ ചോദിച്ചിടുമല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ടായിരുന്നു അതൊക്കെ. അപ്പോൾ അതൊക്കെ പാടുന്ന ആ കാലത്ത് ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ പഴയ ഓർമ്മകളിലേക്ക് പോയി. ഭയങ്കര ഓഡിയൻസ് നന്നായിട്ട് ആസ്വദിച്ചിരുന്നൊരു ഗാനങ്ങളായിരുന്നു അതൊക്കെ. പിന്നെന്താ പറയുക, ഞാൻ ചേച്ചിയിലേക്ക് വീണ്ടും വരാം. ജഹാൻ, നമുക്ക് സ്റ്റേജുകൾ, ഈ ഗാനമേളയുടെ കാലം അതൊന്നും അല്ലാത്തൊരു കാലത്താണ് ഇങ്ങനെ മില്യൺസ് ഫോളോവേഴ്സുള്ള പുതിയ പാട്ടുകാരുണ്ടാവുന്നത്. അവർ ഒരു ദിവസം പാട്ട് കേൾക്കാൻ വരുന്നവരല്ല, അവരെ ഫോണിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഗാനമേള കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ജഹാൻ്റെ പഴയ കാലത്തെ വീഡിയോസ്, സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ് ഇടവഴികൾ. നമ്മളെ ഇടവഴികളൊക്കെ റോഡുകളായി മാറി. അങ്ങനെ ഒരു ഇടവഴിയിൽ നിന്ന് ജഹാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാലത്ത് ജഹാന് തോന്നിയിരുന്നോ ഇങ്ങനെ ഈ ഇടവഴികളിൽ നിന്ന് ഞാൻ പിന്നെ ഈ എന്താ പറയുക പാട്ടിൻ്റെ മഹാപാതകളിലേക്ക് പ്രവേശിക്കുമെന്ന്? അല്ലെങ്കിൽ എങ്ങനെയാണ് അന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടായത്? ഈ ഉമ്മയിൽ നിന്ന് കേട്ട പാട്ടുകളൊക്കെ ഞാനൊന്ന് ഇൻസ്റ്റഗ്രാമിൽ പാടിയിട്ട് നോക്കട്ടെ എന്നുള്ള ആ തോന്നലുണ്ടായത്. ഇതിൽ ഈ ടെക്നോളജി നൽകിയ ഒരു വലിയ സംഭാവന ഉണ്ട് നമുക്ക്, ആർട്ടിന് നൽകിയ. ആർട്ടിന് ഇങ്ങനെ ഓരോ കാലത്തും പിന്നെ പുറത്തുനിന്നുള്ള സംഭാവനകൾ കിട്ടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മഹാരാജാക്കന്മാരായിരിക്കും കൊടുക്കുക. ഈ കാലത്ത് അത് ടെക്നോളജിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ജഹാൻ എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്? ജഹാനെ തന്നെ പ്ലേസ് ചെയ്യുന്നത്? അതൊന്ന് പറയോ? ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്കത്, യങ് ആർട്ടിസ്റ്റ്, ബഡ്ഡിങ് ആർട്ടിസ്റ്റ് ഒരുപാട് പേരുണ്ടാവും ഇവിടെ, അവർക്കത് ഒരുപാട് ഉപകാരം ചെയ്യും. ആക്ച്വലി കോവിഡിൻ്റെ സമയത്താണ് ഞാൻ അങ്ങനെ ഒരു പാട്ടുപാടൽ പരിപാടി തുടങ്ങുന്നത്. അപ്പോഴാണ്. അതിൻ്റെ മുന്നേ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പാടി പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ആ ഒരു ഇടവഴിയിലിരുന്ന് പാടുക എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങുന്നത് കോവിഡ് സമയത്തായിരുന്നു. അത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. വീടിൻ്റെ തൊട്ട് മുന്നേ കുടുംബക്ഷേത്രമാണ്, ദുർഗാദേവി പ്രതിഷ്ഠയുള്ളത് കുടുംബക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ പടിയാണ് ആക്ച്വലി അത് ഞാൻ ഇരുന്ന് പാടുന്ന സ്ഥലം എന്ന് പറയുന്നത്. പക്ഷെ അത് കണ്ടിട്ട് കുറേ പേര് കൊച്ചിയാണോ മട്ടാഞ്ചേരിയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. കാരണം ആ ഒരു വിൻറ്റേജ് മൂഡ് ഉള്ളതുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ വീടിൻ്റെ ഇടവഴിയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിച്ചല്ലോ, അതായത് അവിടെ നിന്ന് പാടിയപ്പോൾ ഇവിടെ എത്തുമെന്ന് വിചാരിച്ചിരുന്നോ എന്ന് ചോദിച്ചില്ലേ. എനിക്ക് ആക്ച്വലി എത്തലുകളിൽ കോൺസെൻട്രേറ്റഡ് അല്ല. ഒരു പക്ഷേ ആർട്ട് എന്നുള്ളൊരു സംഭവം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ ഡെഡിക്കേറ്റഡ് ആയി പോകുമ്പം വരുന്ന വഴികളൊക്കെയും ഒരുപോലെ വാല്യുബിളാണ്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ റെസ്പോൺസിബിലിറ്റി കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് മാറ്റമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതാണ് കാരണം അന്ന് അവിടെ ഇരുന്ന് പാടുമ്പം ഞാൻ എൻ്റെ ഒരു നേരം പോക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു സന്തോഷം, എൻ്റെ ഒരു പാഷൻ എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഇപ്പോൾ ഞാൻ അന്ന് അവിടുന്ന് മമ്പുറപ്പ് പാടിയപ്പോഴും ഇപ്പോൾ ഇവിടുന്ന് പാടുമ്പോഴും ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ബോധത്തിനാണ് ആക്ച്വലി. കാരണം ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാനുള്ളതാണെന്നും അതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കേണ്ടതുണ്ടെന്നും ഇവിടെ പറഞ്ഞിടേണ്ടതുണ്ടെന്നും ഉള്ളൊരു ബോധം ആണ്. അതാണ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വല്ലാത്തൊരു ഉത്തരവാദിത്വ ബോധത്തിൻ്റെ കൂടെ ഭാഗമാണ്. പക്ഷെ അപ്പോഴും എനിക്ക് കിട്ടാത്തൊരു ഉത്തരമുണ്ട്. എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത്. ഈ മീഡിയം ഞാൻ സെലക്ട് ചെയ്യുന്നു. എൻ്റെ ആർട്ടുമായിട്ട് കേൾവിക്കാരെയോ കാഴ്ചക്കാരെയോ സമീപിക്കാൻ ഈ മീഡിയം എനിക്ക് പറ്റുമെന്ന് തീരുമാനിക്കുന്നത്, പിന്നെ ഇന്ന പാട്ടാണ് ഞാൻ പാടേണ്ടതെന്ന് തീരുമാനിക്കുന്നത്, അതുകൂടെ അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും തീരുമാനങ്ങളില്ലാതെയും സംഭവിക്കാം. അങ്ങനെ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ഇനിയുള്ള ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ടിപ്സ്? അത് ആക്ച്വലി ഒരു തീരുമാനം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുറത്തേക്ക് വരൽ ആയിരുന്നു എന്ന് എനിക്ക് പറയാം. കാരണം ഞാൻ 2018 ഇൻസ്റ്റഗ്രാമിൽ പാടി തുടങ്ങുന്നത്. പക്ഷെ അപ്പം ഞാൻ പാടിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ പാട്ടുകൾ തന്നെയായിരുന്നു ഞാൻ ആദ്യം പാടിയിരുന്നത്. പക്ഷേ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റൂഹിന് കുറച്ച് പഴക്കം കൂടുതലാണെന്നൊക്കെ പറയണ മാതിരി പഴയ സാധനങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ, പഴയതേ ഇഷ്ടപ്പെടുള്ളൂ. എന്തുകൊണ്ടോ അതുമായിട്ടാണ് കൂടുതൽ കണക്ട് ചെയ്യാനും റിലേറ്റ് ചെയ്യാനും പറ്റിയിട്ടുള്ളത്. പഴയ കാലത്ത് ആർട്ട് മാത്രമേ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ.
പക്ഷേ അത് എൻ്റെ വോയിസിലൂടെ പുറത്തേക്ക് കൊടുക്കാന്നുള്ളൊരു ധൈര്യം എനിക്കില്ലായിരുന്നു, ആദ്യം ഇല്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. കാരണം അത് ആളുകളിലേക്ക് എത്തിപ്പെടുമ്പോൾ അത് അവർക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോവിഡ് സമയത്ത് ആക്ച്വലി എന്നെ ഒരു ഭാഗത്തോളം ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ബ്രദറാണ്. ഈ ഒരു പുറത്തേക്ക് വരാമെന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ എന്താണോ ഞാൻ കേൾക്കുന്ന ആർട്ട്, അല്ലെങ്കിൽ ഞാൻ കേട്ട് വരുന്ന ആ പഴയ പാട്ടുകളെ പുറത്തേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ധൈര്യം പകർന്നു തന്നത് ഫാമിലിയാണ്. അപ്പോൾ അതൊരു തീരുമാനം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്കൊരു ഇങ്ങനെ ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്ന ഒരു ഫീലായിരുന്നു. ചേച്ചി ഒന്ന് ഉടനെ ജുമൈലത്തൊന്ന് പാടോ? അത് പാടുന്നതിന് മുമ്പേ ഇപ്പം മോള് പറഞ്ഞ ഒരു കാര്യം അതായത് ഈ മുമ്പത്തതും പഴയ കാലത്തെയും ഇപ്പോഴത്തെയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, വ്യത്യാസം എന്നല്ല, ഇപ്പം മോള് പറഞ്ഞ മാതിരി, അതായത് എന്താ പറയുക, ഒന്നിനും അവസാനമില്ല. പഴയ കാലത്ത് കഴിഞ്ഞു പോയി. അന്ന് പാടിയ ഇപ്പം ഞാനും ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ അനുഭവം പറയാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങളൊക്കെ പാടിയിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നേരിട്ട് സ്റ്റേജ് ഷോയ്ക്കൊക്കെ പാടിയാണ്. പിന്നെ HMV റെക്കോർഡൊക്കെ വർഷത്തിൽ ഒന്നൊക്കെ ഇറങ്ങുള്ളൂ. അപ്പം അതിൽ പാടിയിട്ട് അത് ഈ കല്യാണ വീടുകളിലൊക്കെ അത് വെക്കുമ്പം അത് കേൾക്കുമ്പം നമുക്ക് തന്നെ നമ്മൾ പാടിയതാണല്ലോ എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷം, അത് അന്ന് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നീട് അത് കാസറ്റിലേക്ക് വന്ന് കാസറ്റിൽ പാടിയത് ഇതേപോലെ പെരുന്നാളിന്, സ്പെഷ്യൽ വൊക്കേഷനിൽ അങ്ങനെ ഇറങ്ങും. അല്ലാതെയും ഇറങ്ങിയ ഒത്തിരി കാസറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീട് കേൾക്കുമ്പം, പാടി പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, പിന്നെ ഈ സ്റ്റേജിൽ പാടിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന അവരുടെ ആ ഒരു പ്രോത്സാഹനം, ഇതൊക്കെ ഇന്നങ്ങനെയല്ല. ഇന്നും ഇപ്പോൾ പാടുന്നുണ്ട്. ഞാനും സിബില ചേച്ചി ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പേ ഞങ്ങൾ തൗബ എന്ന് പറയുന്ന ഒരു CD ഇറങ്ങി. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഇത്രയും നാളത്തെ പോലെയല്ല. അപ്പോൾ അവരതിൻ്റെ ലിങ്ക് വിട്ടു തരികയാണ്. ഇത് എല്ലാവർക്കും വിട്ടുകൊടുക്കണം. അപ്പോൾ നമ്മൾ പാടുന്നത് നമ്മളിപ്പോൾ ആവശ്യപ്പെടേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി. അയ്യോ ഇതൊന്ന് കേൾക്കണേ, എന്നിട്ടൊരു ലൈക്ക് ഇടണേ, കമൻറ്റ്. അപ്പോൾ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ തരങ്കിണിയിൽ പാടിയ ഉടനെ ജുമൈലത്തിലോട്ട് പാടിത്തരാം. ഉടനെ ജുമൈലത്തിറങ്ങി നാടന്ത് ചെണ്ട് ഉരയുന്നവനോടൻ കൂടെ വരണമെന്ന് വടിവുറ്റാരശി വിളിക്കും നാടുത്ത് കാമൻ വളരെ കോതിയെങ്കിൽ ഇங்கே വരട്ടെ തേമാൻ. ഇതായിരുന്നു തരങ്കിണിയിൽ പാടിയത്. സന്തോഷം, ഒരുപാട് സന്തോഷം. നിങ്ങളിപ്പോഴും ഈ പാട്ട് എന്താ പറയുക ഓർക്കുന്ന ഈ പുതിയ ന്യൂജൻ സംരംഭങ്ങളൊക്കെ ഇറങ്ങുമ്പോഴും മ്യൂസിക്കിൽ തന്നെ ഒരുപാട് ഇൻസ്ട്രുമെൻസിൻ്റെ ടോണ്, അതായത് ഇപ്പോൾ 6-7 പീസ് ഓർക്കസ്ട്രക്കാർ വേണ്ട ഒരു ഗാനം പുറത്തിറക്കണമെങ്കിൽ. ഒരു കീബോർഡ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ മൊത്തം ഫീഡ് ചെയ്ത് കയറ്റി പാട്ട് അത് എന്താ പറയുക ഇന്ന് യൂട്യൂബിലും ഒക്കെ വിടാൻ ഒന്നൊരു പ്രയാസമില്ലാത്ത കാലമാണ്. സ്വന്തം വീട്ടിലിരുന്നിട്ട് ഒരു റൂമിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് എന്ന് പറഞ്ഞാൽ 5-6-10 പീസ് ഓർക്കസ്ട്രക്കാരുണ്ടെങ്കിൽ ആ ഓർക്കസ്ട്രയിൽ വായിക്കുന്ന ആളുകളുടെ കുടുംബം കഴിയേണ്ടത് ആ ഒരു കലാകാരൻ അന്ന് ആ വായിക്കുന്ന ഒരു റെക്കോർഡിങ്ങിന് കിട്ടുന്ന പ്രതിഫലം അല്ലേ പരിപാടി. അതുകൊണ്ടാണ് ഇന്ന് അതൊക്കെ എന്താ പറയുക നഷ്ടപ്പെട്ട് കലാകാരന്മാരുടെ ഫാമിലിയൊക്കെ ഇന്ന് വളരെ കഷ്ടത്തിലാണ്. മുമ്പ് ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു അവരുടെ മകൻ തന്നെയായിരിക്കും, ചിലപ്പം ആ ആർട്ടിസ്റ്റിൻ്റെ മകനായിരിക്കും സ്വന്തം അവരുടെ വീട്ടിൽ തന്നെ ഒരു റൂമിലിരുന്നിട്ട് ഇത് മൊത്തത്തിൽ അവൻ കൈകാര്യം ചെയ്ത് പാട്ട് ഇറങ്ങുന്നത്. അതൊക്കെ വലിയ വിഷമമുള്ള കാര്യമാണ്. ഇതൊക്കെ ഇവിടെ പറയാൻ പറ്റുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങളിലേക്ക് ഇതും കൂടി എത്തണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനൊരു പഴയ കാലത്ത് ഇപ്പോഴും ജീവിക്കുന്നൊരു കലാകാരിയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ അതും കൂടെ പറയുകയാണ്. ചേച്ചി ലിങ്ക് അയക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതേസമയം ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇപ്പം ഞാൻ ചേച്ചിയുടെ പേര് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് ചേച്ചിയുടെ പാട്ടുകൾ പ്ലേലിസ്റ്റ് തരും.
അത് ഈ കാലം തന്ന മറ്റൊരു സൗകര്യമാണ്. അതെ അതെ. ചേച്ചിയെ ഞാൻ തിരയുമ്പോൾ ഇവരാണ്, ഇവരുടെ പാട്ടുകൾ ഇതൊക്കെയാണ്, ഇവരുടെ പാട്ടുകൾ ഇത്രയും ആളുകൾ കേട്ടിരിക്കുന്നു, ഇവരുടെ ഈ പാട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ളത്, അത്രേ പറയാൻ കഴിയുള്ളൂ. ഈ പാട്ടാണ് കുറച്ച് ആളുകൾ കേട്ടിട്ടുള്ളത്. ഈ തരത്തിൽ പിന്നെ പ്ലേലിസ്റ്റുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതൊരു സത്യം തന്നെയാണ്. കാരണം നാളെ ഇപ്പം ഫസീലത്തിനെ മനസ്സിലാക്കുന്ന ഇനി അടുത്ത ജനറേഷനും ഒക്കെ ഇതിലൂടെ ആയിരിക്കും. അതിപ്പോൾ ഞാനില്ലെങ്കിലും അങ്ങനെയായിരിക്കും. അത് ആ ഒരു ഇതിൽ ഞാൻ ഇത് മോശം എന്നല്ല പറയുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഈ കലാകാരന്മാരുടെ ഒരിതും പിന്നെ നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്യണമല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു ലൈക്ക് തരണേതാ, അത് പഴയ ആളുകളെ നമുക്ക് വേദന ഇടയ്ക്കുണ്ടാവുന്ന എന്നുള്ളതേ ഉള്ളൂ. ഫാത്തിമയുടെ എനിക്ക് ഈ ഇപ്പോൾ വരാന്ത സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ കൊലായിലിരുന്നാണ് പാടുക. വീട്ടിൻ്റെ കൊലായിയാണ് അവരുടെ പെർഫോമിങ് സ്ഥലം. പിന്നെ ഞാൻ ഇടവയുടെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ കുറച്ചുകൂടി വിഷ്വലി ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആർട്ടിൻ്റെ ലോകത്ത് നമ്മളെവിടെ ഇരിക്കുന്നു, നമ്മളെവിടെ നിൽക്കുന്നു എന്നത്, നമ്മുടെ ബാക്കിലെ കളർ ഏതാണ്, ഇതൊക്കെ കുട്ടികൾ നോക്കും. ഞാൻ എൻ്റെ മക്കളെ ഓർത്തിട്ടാണ് ഇത് പറയുന്നത്. അവർ ഇതിനെക്കുറിച്ചൊക്കെ ബോധേഡാണ്. ഏത് ലൈറ്റാണ്, ഏത് ഷെയ്ഡിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ അതുപോലെ തന്നെ കോവിഡ് സാധ്യമാക്കിയ ഒരു ഔട്ട്റീച്ച് ഉണ്ട് ആർട്ടിസ്റ്റുകൾക്ക്. അപ്പം ഇതിനൊക്കെ പുറമെ സിനിമയുടെ ഒരു സ്വാധീന ശക്തിയുണ്ട്. ഇപ്പോൾ തല്ലുമാല പോലുള്ള സിനിമകൾ ഉണ്ടാവുന്നു, മാലകളുടെ ട്യൂണിൽ അടിപൊളി പാട്ടുകൾ ഉണ്ടാവുന്നു. പിന്നെ സുലൈഖ മനസ്സിൽ പോലുള്ള മുഴുനീള പാട്ട് സിനിമ ഉണ്ടാവുന്നു. മലബാറിലെ മുസ്ലിം ജീവിതത്തിൻ്റെ പിന്നെ ഒരുപാട് ഭംഗികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലിഷേ വരാതെ, ഇതുവരെ ഇങ്ങനെ പറഞ്ഞു പോന്നിരുന്ന യഥാർത്ഥമല്ലാത്ത, അതിനു പകരം കുറച്ചുകൂടെ വാസ്തവമായിട്ടുള്ള ജീവിതം കാണുന്നു. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് തല്ലുമാല, അതുപോലെ തന്നെ പിന്നെ ഈ സുലൈഖ മനസ്സിലൊക്കെ ഈ കാലത്തുണ്ടായിട്ടുള്ള പാട്ടിൻ്റെയും പാട്ടൊരു സൊസൈറ്റിയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ലോഗ് ബുക്ക് പോലെയാണ്. ഈ ഷിപ്പിലൊക്കെ ഒരു ലോഗ് ബുക്ക് ഉണ്ടാവും. ഈ കപ്പൽ എവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ അടുത്ത കപ്പലിന് അത് ഉപയോഗിക്കാനാവും. ഈ എങ്ങനെയൊക്കെ പോകണം, അതിൻ്റെ നാവിഗേഷൻ, അതിൻ്റെ ഓപ്പറേഷൻസിലൊക്കെ. അതുപോലെ ഈ സിനിമകൾ അത്രയ്ക്ക് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സുലൈഖ മനസ്സിലിനെ പോലുള്ള സിനിമകൾ. സിനിമയുടെ ഒരു സ്വാധീന ശക്തി അതെങ്ങനെയാണ് ഫാത്തിമക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? കാരണം ഫാത്തിമ പുതിയ ആളാണ്, പുതിയ കാലത്തിൻ്റെ സൗകര്യങ്ങളിലൂടെ പാട്ടിലേക്ക് വന്നതാണ്. പക്ഷെ വളരെ പെട്ടെന്ന് സിനിമയിലേക്ക് വന്നു. ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? ഇപ്പോൾ തല്ലുമാല, സുലൈഖ മനസ്സിൽ ഈ രണ്ട് പടങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, കുറച്ച് മുന്നേക്ക് വരെ ഒരു സഭയിലിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്ലേലിസ്റ്റുകൾ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടുകൾ സഭയിൽ പ്ലേ ചെയ്യുമ്പം പലരുടെയും മുഖം ചുളിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ പാട്ടുകൾ വെക്കുന്ന സമയത്തും നമ്മൾ ഇഷ്ടപ്പെടുന്ന അബ്ദുൽ ഖാദറിൻ്റെ ഒക്കെ പാട്ടുകൾ വെക്കുന്ന സമയത്ത് ഇതെന്താണെന്ന് അതിൻ്റെ ഒരു സോള് കിട്ടാണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാരെ കാണേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ പ്രായത്തിലുള്ളവർ ആണ് കൂടുതലും എന്ന് പറയാം. പക്ഷേ ആ ഒരു 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 തരത്തിലുള്ള ഒരു പുച്ഛം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതൊക്കെ ഒന്ന് മാറി വന്ന് നമ്മളും ഒന്ന് ഉള്ളറിഞ്ഞ ആ ഒരു പഴയ പാട്ടുകളെ സ്നേഹിച്ച് തുടങ്ങുന്നതിന് കാരണങ്ങളാണ് ഈ രണ്ട് സിനിമകളും. പിന്നെ തല്ലുമാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലൊരു പാട്ട് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തു നിന്നാണ് ഷൂട്ട് ചെയ്തത്. തലശ്ശേരി കടൽപ്പാലം എന്ന് പറയും. പക്ഷെ ആ സിനിമയ്ക്ക് ശേഷം ആ ഒരു സ്ഥലത്തിന് വന്ന മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര വലിയ മാറ്റമാണ്. കാരണം അവിടെ ഇപ്പം അത്രത്തോളം ആളുകൾ ആ ഒരു സ്ഥലം അന്വേഷിച്ച് വരുന്നുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരെന്നെ മാറ്റി ഇപ്പോൾ തല്ലുമാല റോഡ് എന്നാണ് അറിയപ്പെടുന്നത്, സത്യമായിട്ടും. അപ്പോൾ ആളുകൾ അന്വേഷിച്ച് വരിക, അവിടെ കച്ചവടങ്ങൾ തുടങ്ങി. അതായത് മൊത്തത്തിൽ ആ ഒരു സ്ഥലത്തിന് ജീവൻ വന്നു, ആ ഒരു സിനിമയിലൂടെ വന്ന മാറ്റമാണ്. അപ്പം പിന്നെ മ്യൂസിക്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുതിയ ടെക്നോളജി വെച്ചുകൊണ്ട് തന്നെ പഴമയുടെ ആ ഒരു സോൾ ഒട്ടും ചോർന്നു പോകാണ്ട് നമ്മൾ മുന്നിൽ സെർവ് ചെയ്ത രണ്ട് സിനിമകളാണ് ഈ തല്ലുമാല, സുലൈഖ മനസ്സിൽ എന്ന് പറയുന്നത്. അതിൽ സുലൈഖ മനസ്സിൽ ഒരു പാട്ട് ഞാൻ പാടിയുണ്ട്. അതും ആക്ച്വലി ഒരു കല്യാണപ്പാട്ട്, ആ ഒരു
രീതിയാണ്. വരികൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു സന്തോഷം കിട്ടും ആ വരികൾ കാണുമ്പോൾ. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, രസകരമായ ചില പൊളിറ്റിക്സുകളൊക്കെ കാര്യങ്ങൾ അതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതിയതും കമ്പോസ് ചെയ്തതൊക്കെ ഡബ്സിയാണ്. പിന്നെ പാടിയത് അനാർക്കലിയും ഞാനും ഡബ്സിയും കൂടെയാണ്. ഓളമപ്പ് എന്നായിരുന്നു പാട്ടിൻ്റെ പേര്. എത്ര ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, എന്തായാലും അതിൻ്റെ കുറച്ച് വരികൾ പാടാം. തിരുപ്പുത്തിരി കത്തിച്ച് കൽബിലെ തേനൊലിക്കണ രാവിൻ്റെ ചുട്ടില് മുത്തഴകുത്തൊരു മാല ചുടണൊരോള്, മാരൻ്റെ കൽബിൽ ആനന്ദം മുത്തുന്ന ചെഞ്ചേറും മഞ്ചുള്ള നാള്, ഓളുന്ന പത്തി കിതാബിൻ്റെ ചുട്ടിൽ ഓനെഴുതുന്നൊരു രാവോളാണേ രാവോനാണേ ഇൻസെന്നൂരിൽ നിന്നോരാണേ, ഓരോരുത്തരും ഓരോരുത്തരം ആലങ്ങളിൽ നാനാത്തരം, തഞ്ചത്തിൽ താളത്തിൽ കാനോത്തിന് പാടുന്നു, ഓളത്തിൽ കൂട്ടായിട്ടാടാനയാളുണ്ടോ, ഓളിന്നോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് ഇഞ്ഞുള്ളൊരു കാലത്ത് കാണാലോ വാക്കില്ലത്. സുലൈഖ മൻസിലിൻ്റെ ഈ ശരിക്കും പാട്ടിൻ്റെ പുതിയ കളർ എന്ന് പറയുമ്പോൾ എൻ്റെ ഇമാജിനേഷനിലേക്ക് വരുന്ന എല്ലാ ഇമേജറിയും സുലൈഖ മൻസിലിൻ്റെ വിഷ്വൽസാണ്. കാരണം അതിൻ്റെ ഒരു കളറുണ്ട് അതിൽ യൂസ് ചെയ്തിട്ടുള്ള പാറ്റേൺ. അതുപോലെ തന്നെ അതിലെ പാട്ടുകൾ, അതിലെ മൊമെൻറ്റുകൾ ശരിക്കും എനിക്ക് തോന്നുന്നത് സുലൈഖ മൻസിലിന് ശേഷം കേരളത്തിലെ കല്യാണ വീടുകളൊക്കെ സുലൈഖ മൻസിലുകളായി മാറി. എല്ലായിടത്തും ഫാത്തിമ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ചുറ്റും ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിൽ മാപ്പിളപ്പാട്ടുകൾ ആളുകൾ അങ്ങ് പുണർന്നു. എല്ലാ അമ്മായിമാരും എല്ലാ ഉമ്മമാരും എല്ലാ പെങ്ങന്മാരും ഇങ്ങനെ അവരുടെ ഉള്ളിൽ തുള്ളിത്തുളുമ്പുന്ന ഇമോഷൻസിനെയും ആഹ്ലാദത്തെയും സന്തോഷത്തെയൊക്കെ അവരുടെ വീട്ടിൻ്റെ അകത്ത് ആവിഷ്കരിക്കുന്ന ഒരു സുലൈഖ മൻസിലുകളായി കല്യാണ വീടുകൾ മാറി. അത് വളരെ പ്രധാനമാണെന്നാണ് എൻ്റെ ഒരു വിചാരം. സംസ്കാരം, മാപ്പിളപ്പാട്ട്, അതിൻ്റെ അനുഭൂതി വിശേഷങ്ങൾ, പിന്നെ അതിൻ്റെ ഉള്ളടക്കമായിട്ട് വരുന്ന ആത്മീയത അതുപോലും പിന്നെ അതിനകത്തുണ്ട്. ഫാത്തിമയോട് ഒരൊറ്റ കാര്യം കൂടെ ചോദിക്കാം. ഞാൻ ഈ പാട്ടിനെക്കുറിച്ച് സംസാരിക്കുന്ന പുതിയ ആളുകളിൽ എനിക്ക് നല്ല പ്രായമുണ്ട്. പുതിയ കുട്ടികളിൽ തസവുഫ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ള നോട്ട്സിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതുവരെ. തസവുഫ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ആത്മീയ ചിന്ത സരണിയാണ്. എവിടുന്നാണ് ഫാത്തിമ അതിലേക്ക് എത്തുന്നത്? ആരാണ് ആ ഉസ്താദ്? ഫാത്തിമ കൂടെ ഇരിക്കുന്ന ഒരു ഉസ്താദിനെ ഞാൻ കണ്ടിരുന്നു. ഒരു പ്രായമായ വയോധികനായ ഒരു മനുഷ്യൻ. ആ ഫോട്ടോ വെറും ഒരു ഫോട്ടോ അല്ല, അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, കൾച്ചറൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഫാത്തിമ എവിടെ നിന്നാണ് അതിലേക്കൊക്കെ കണക്ട് ചെയ്യുന്നത്? ആ തരത്തിലൊന്ന് പറയോ, എന്നിട്ട് ഞാൻ ചേച്ചിയിലേക്ക് വരാം. എൻ്റെ ഫാമിലി ആക്ച്വലി ഒരു സൂഫി ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ ആ ഫോട്ടോയിലുള്ളതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പയുടെ ഉമ്മ, ആ ഉമ്മയുടെ ബ്രദറാണ്. നമ്മൾ ആമുക്കാന്ന് വിളിക്കും. ആള് ഉസ്താദാണോ ചോദിച്ചാൽ ഉസ്താദാണ്. ഒരു ആരിഫാണെന്ന് പറയാം. മൂപ്പര് ഒരുപക്ഷെ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും മൂപ്പരെ വീട്ടിലുള്ള ആളുകൾക്ക് പോലും അറിയുണ്ടാവില്ല. അത്രയും ഒച്ചയാണ് മൂപ്പരെ സൈലൻസിന് എന്ന് വേണമെങ്കിൽ പറയാം. അത് ആക്ച്വലി ഞാൻ ആളെ വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പം നമ്മളെന്തായാലും ഇങ്ങനെ കടന്ന് ചെല്ലുന്ന വഴികളിൽ നമുക്ക് ഗുരുതുല്യരായിട്ടുള്ള ആളുകൾ എന്തായാലും കണ്ടുമുട്ടാൻ പറ്റും. എസ്പെഷ്യലി നമ്മളത് സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളിലേക്ക് അതെത്തും. അത് കുറച്ചായിട്ട് ഇങ്ങനെ കുറേ പേരിൽ നമുക്ക് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ഞാനിങ്ങനെ എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് മൂപ്പരെന്ന് പറയുന്നത്. ഞാൻ ഇവരായിട്ടുള്ള സംസാരത്തിനിടയിൽ നിങ്ങളെ മറന്നുപോയി, ക്ഷമിക്കണോ. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ഞാൻ ചേച്ചി അവർ ചോദിക്കട്ടെ.
ആദ്യമായിട്ട് സംഘാടകർക്ക് നന്ദി പറയാണ്. കാരണം ഗേറ്റ് കിടക്കുന്ന സമയത്ത് തന്നെ എവിടേക്ക് പോകണമെന്ന് പ്രത്യേകിച്ച് ചോദ്യത്തിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ഒഴുകി വരിക. കാരണം പാട്ട് ഇങ്ങനെ അങ്ങോട്ട് റിസീവ് ചെയ്ത് വരികയാണ്, ആ സമയത്ത് അറിയാതെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ പുതിയ കളറാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കളർ എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചുകൂടി നല്ല കളറാക്കുക എന്നൊക്കെ പറഞ്ഞ ന്യൂജൻ ടേമാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ഉടനെ ജുമൈലത്തൊക്കെ പാടുമ്പോൾ ജുമൈലത്ത് ഇറങ്ങിപ്പോകുന്ന പോക്ക് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യാന്നവർക്ക് അതിൻ്റെ ആ ഒരു വാഗ്മയ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ലിറിസിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അത്രയും ആത്മീയമായതും അത്രയും ഫിലോസഫിക്കലായിട്ടുള്ളതും അതല്ലെങ്കിൽ ജീവിതഗന്ധിയായിട്ടുള്ള കഞ്ഞിയെപ്പോലും എടുത്തിട്ട് അത്തരത്തിലുള്ള വരികൾ, ഞാൻ സത്യത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു മിഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പാലത്തിൻ്റെ നടുക്ക് കയറിയിട്ട് രണ്ട് കരയും ഒരുപോലെ ദൂരത്ത് നിന്ന് നോക്കി കാണുമ്പോൾ എൻ്റെ ഒരു സംശയമാണ് ചോദിക്കുന്നത്. ഇപ്പം മാപ്പിളപ്പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലിറിക്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് സത്യത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ഒരു അപജയമാണോ, അല്ലെങ്കിൽ അതൊരു നാച്ചുറലുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിൽ ഈ വാല്യൂ സിസ്റ്റം മാറിയപ്പോഴുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിട്ടാണോ കാണുന്നത്? അത് കാരണം ആ രണ്ടെണ്ണം നമ്മൾ ഒരേ ദൂരത്തു നിന്ന് നോക്കി കാണുന്ന ഒരാളെന്നുള്ളവർക്ക് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ അതിനെക്കുറിച്ച് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ചോദ്യം വ്യക്തമാണല്ലോ അല്ലേ? ആരാ പറയേണ്ടതെന്നും കൂടി ഒന്ന് പറയണം. അതിപ്പോൾ രണ്ട് ജനറേഷന് റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരിലോട് രണ്ടാളും പറഞ്ഞോട്ടെ. ഓക്കെ, ഞാൻ ആദ്യം പറയാം. കാരണം നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ഇപ്പോഴത്തെ പാട്ട് കേൾക്കുമ്പം എഴുതുന്ന ആളെ ഒരിക്കലും കുറ്റപ്പെടുത്തുക തരം താഴ്ത്തുകയല്ല, പാടുന്നവരെയും ഒരിക്കലും, കാരണം നമ്മുടെ മക്കളാണല്ലോ പാടുന്നത്. അപ്പോൾ മുമ്പത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പാട്ടും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നത്, ഇപ്പം നമ്മളിപ്പോൾ രാവിലെ ഒരു പാട്ട് കേട്ടു, 2-3 തവണ കേട്ടു, എനിക്ക് വൈകുന്നേരം ആയാലും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ലിറിക്സ് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല. എൻ്റെ കാര്യമാണ് പറയുന്നത്. അതേ സമയത്ത് മുമ്പത്തെ പാട്ട് ബാപ്പു വെള്ളിപറമ്പ് രചിച്ച് കോഴിക്കോട് അബൂബക്കർ, അരികിൽ വന്നോട്ടെ വന്നോട്ടെ നിൻ്റെ പുതുമാരൻ, അറയിൽ വന്നോട്ടെ വന്നോട്ടെ നിൻ്റെ പുതുമാരൻ, അഴകുള്ള മുഖമൊന്ന് കണ്ടോട്ടെ പുതുമാരൻ, അറയിൽ അരികിൽ വന്നോട്ടെ. അപ്പം അതിപ്പോൾ കേട്ടു. ഇപ്പം തന്നെ ഞാൻ ഇവിടെ ഒറ്റ തവണയല്ല പാടിയത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇന്ന് മുഴുവനും ഈ ഒരു പാട്ടിൻ്റെ 4 വരി മൈൻഡിൽ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അത്ര എനിക്ക് പറയാം. അതേപോലെ ഉണ്ട് ഒരു പാട്ട്, മുത്ത് മെഹബൂബേ മുത്ത് മെഹബൂബേ മറക്കരുതൊരിക്കലും എന്നെ, പക്ഷേ വെറുക്കരുതൊരിക്കലും പൊന്നേ. അങ്ങനത്തെ പാട്ടുകൾ ഞാൻ അക്കാലത്ത് പാടിയത് കൊണ്ട് പറയല്ല, എനിക്ക് ആ കാലഘട്ടത്തിൽ ജീവിക്കാനും കുറച്ച് നേരത്തെ പിറക്കാനും പറ്റിയത് എൻ്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഇത് ഒരിക്കലും ഈ കാലഘട്ടത്തിലെ പാട്ട് ഞാൻ മോശമാക്കി പറയല്ല. ഇന്ന് ഇതാണ് ആവശ്യം. ഒരു കല്യാണ വീട്ടിൽ ഇന്നിപ്പം ഗാനമേള ട്രൂപ്പ് മൊത്തം വേണ്ട, 2 പേര് മതി, കരോക്കെ ഇട്ടിട്ട് പാടുന്നു. അപ്പം അടിച്ചു പൊളിച്ച് പാടുന്നു ഫുള്ള്. മനസ്സകമിൽ മുഹബത്ത് പെരുത്ത് നിനവുകൾ കൊരുത്ത് മഹർമാല എടുത്ത് മധുമതിയാം മണിമങ്ക കിണങ്ങുവാൻ മണവാളനിത വരുന്നേ. ഇത് ഞാൻ തരങ്കിണിയിൽ പാടിയതാ, ദാസേട്ടൻ്റെ. അപ്പോൾ ഇന്നും ഞാൻ പാടിയതുകൊണ്ട് പറയല്ല, ഇന്നും ന്യൂജൻ കുട്ടികൾ ഇതെടുത്ത് പാടുന്നുണ്ട്. അപ്പം എന്താ പറയുക, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. എനിക്ക് നാളെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഇപ്പം 4 ദിവസം മുമ്പ് ഇവിടെ സ്റ്റേജിൽ ഞാൻ പാടിയ ആളാണ്. അപ്പോൾ എനിക്ക് ഇനിയും നിങ്ങളെപ്പോലെയുള്ള ഓഡിയൻസിൻ്റെ ഇടയിൽ പാടാനുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തൂല. അപ്പോൾ അതേ പറയാനുള്ളൂ. മോള് പറ. എഴുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാച്ച് ആയിരുന്നു പണ്ടത്തെ വരികൾ. ഇപ്പം മൂപ്പര് പറഞ്ഞ പോലെ ഒന്ന് പാടിയാൽ തന്നെ നമ്മളെ മനസ്സിൽ അതങ്ങോട്ട് പതിക്കും, ഒന്ന് കേട്ടാൽ മതി. പക്ഷേ അത് ആ ഒരു വ്യത്യാസം ഞാൻ നോക്കിക്കാണുന്നൊരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, അത് നമ്മൾ എന്ത് നീയത്തിൽ ചെയ്യുന്നെന്നുള്ളതിലാണ്. കാരണം ഞാൻ പറഞ്ഞ മാതിരി ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാർക്കോ വേണ്ടി ഒരു പാട്ടിന് വേണ്ടി ഒരു പാട്ടുണ്ടാക്കുക എന്നുള്ളതല്ല, അതിനൊരു കാരണം ഉണ്ടാവണം.
അല്ലെങ്കിൽ അത് എഴുതുന്നതിന് പിന്നെ അത് ഏതൊരു പ്രവൃത്തി ആയിക്കോട്ടെ, നീയത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായി തന്നെ നമുക്ക് പുറത്തേക്ക് വരുന്ന റിസൾട്ടും നല്ലതായിരിക്കും. പക്ഷേ ഇന്ന് ഉറപ്പായിട്ടും അത് തിരിച്ചു പിടിക്കാൻ കെൽപ്പുള്ള ആളുകൾ ഇന്ന് എഴുത്തിലാണെങ്കിലും പാട്ട് സൈഡിൽ നോക്കുകയാണെങ്കിലും ഉറപ്പായിട്ടും ഇന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മൂസൻ പരാരി എഴുതിയ വരികൾ ചെറിയ മക്കൾ തൊട്ട് വലിയ ആളുകൾ വരെ, മലബാറി ബാങ്കർ ഈ അടുത്തിറങ്ങിയത് ചെറിയ മക്കൾ തൊട്ട് വലിയ ആളുകൾ വരെ, അതാണ് ആക്ച്വലി ഒരു കലയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നത്. അതായത് പ്രായത്തിൻ്റെ പരിധി ഇല്ലാണ്ട്, അതിൻ്റെ ഒരു ബൗണ്ടറീസ് ഇല്ലാണ്ട് ആളുകളിലേക്ക് ആ കല എത്തും. അതിനൊരു ദേശമോ ഭാഷയോ അല്ലെങ്കിൽ പ്രായമോ അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിനെയോ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഭംഗിയിൽ നിൽക്കുന്ന സാധനങ്ങൾ ഇന്ന് വരുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനോട് എത്ര പേര് യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത് അത് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് അവരുടെയും ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊരു പ്രോമിസായിട്ട് എനിക്ക് തരാൻ പറ്റുന്നത്, ഇനി വരുന്ന കാലത്ത് ഉറപ്പായിട്ടും നഷ്ടപ്പെട്ടു പോയത് അതേ ഭംഗിയോടുകൂടി നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം കുറച്ചുകൂടെ നമ്മളെ ഉമ്മമാരും ഉപ്പാരും വല്യാപ്പാരും ഒക്കെ കുറച്ചുകൂടി സന്തോഷത്തിലാണ്. കുറച്ച് നല്ല പാട്ടുകളൊക്കെ ഇറങ്ങി അവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇൻഷാ അല്ലാ ഇനിയും നല്ല സാധനങ്ങൾ വരും, കാത്തുക്ക. ഈ കവർ ചെയ്യാന്നുള്ള ഒരു കൾച്ചർ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ഫാത്തിമയൊക്കെ ചെയ്തത് ശരിക്ക് റിക്രിയേഷനാണ്, അല്ലെങ്കിൽ പുനഃസൃഷ്ടിക്കുക കൂടിയാണ് ചെയ്തത്. ശരിക്കും റീക്രിയേഷനാണ് നടത്തിയിട്ടുള്ളത്. കവറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും ഫാത്തിമ. ഈവൻ ഈ നമ്മുടെ മമ്പ്രപ്പൂ മക്കാമിലെ പോലുള്ള പാട്ടുകളാണെങ്കിലും. അപ്പോൾ അങ്ങനെ പഴയ പാട്ടുകളാണ്. ഇപ്പം സുലേഖ മനസ്സിൽ തിരിച്ചു വന്ന വലിയൊരു പാട്ട് പഴയ പാട്ടാണ്. നമ്മുടെ എന്താണ് ജിൽ ജിൽ. അപ്പോൾ അത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു കാലം തീരുമാനിക്കുന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 10 കൊല്ലം മുമ്പത്തെ പാട്ടുകൾ എവിടെ പോയി എന്ന് വെച്ചാൽ എനിക്കും പറയാനുള്ള ഉത്തരം അതെങ്ങോ പോയി. പക്ഷേ അതിനിടയിലും ബാക്കിയായ പാട്ടുകളുണ്ട്. ഇനിയുണ്ട് ആരെങ്കിലും ചോദ്യം? പക്ഷേ ഈ റിയാലിറ്റി ഷോ വന്നതോടുകൂടെ കുറേയൊക്കെ പഴയ പാട്ടുകൾ അല്ലേ വീട്ടിലിരുന്നിട്ട് തന്നെ ഉമ്മമാർക്കും ഉപ്പാപ്പന്മാർക്കും ഒക്കെ കേൾക്കാനുള്ള സൗകര്യം കൈരളി, ഏഷ്യാനെറ്റ്, മൈലാഞ്ചിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങളൊക്കെ ഭാഗവാക്കായിട്ടുണ്ട്. അതിലൊക്കെ 14 രാവ്, മീഡിയ 1, അതിലൊക്കെ ഒത്തിരി പഴയ പാട്ടുകൾ വന്നിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ചെറിയ പിള്ളേർ പാടി കേൾക്കുമ്പം വളരെ സന്തോഷമുണ്ട്. അത് ആർക്കെങ്കിലും ചോദ്യമുണ്ടോ? ചോദ്യം ഇല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ കഠിന കടോരമി അണ്ടകടാഹം എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയൊരു പാട്ടുണ്ട്, അതെനിക്ക് കേൾക്കണോ? അതൊന്ന് ഞാൻ ഫാത്തിമയെ കൊണ്ട് പാടിക്കട്ടെ. ആ പാട്ടിൽ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. മൂടിയിലെ ഹിമകളാരാലോ യാരപ്പേ ദേഹം പോണല്ലോ കാണാലോ മണ്ണ് മറഞ്ഞാലും ഉള്ളാലേ ഉള്ളെണ്ടുള്ളാലേ താരങ്ങൾ പൊഴിയുന്ന രാവുകളിൽ ജപമാല ഞാനെണ്ണി അഴലുകളെ പകുതികളാക്കി ആളുന്ന പുകിലുകളിൽ സ്നേഹക്കനി വിടരാൻ നേരുന്ന ദിക്റുകളിൽ യാചകിയായി കാത്തു കാത്തു കഥകിൽ തങ്ങി പ്രിയമേറും ഇവരിൽ ഞാൻ ദുവകൾ ചൊല്ലി ചോർന്ന് ചോർന്ന് കൊതികൾ മങ്ങി കഴിയൂല ഖബറിൽ ഞാൻ ഇണ പോകാതെ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. നമുക്ക് പാട്ടിൻ്റെ കളറുകളായിരിക്കാം. താങ്ക് യു.